ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കഥാൽപ്രിയരെ, ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ 204 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുക എന്ന വിപ്ലവകരമായ സംഭവത്തിന് ശേഷം പരസ്യമായി പട്ടണത്തിൽ കടക്കാൻ പോലും കഴിയാതെ യേശു നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു എന്നാണ്. തുടർന്ന് മർക്കോസ് എഴുതിയിരിക്കുന്ന വാചകം, ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു എന്നാണ്. മർക്കോസ് 2:1. പ്രിയപ്പെട്ടവരെ, ഈ പുതിയ നിയമ ധ്യാന സഞ്ചാരത്തിൽ എന്നോടൊപ്പം കൃത്യമായി പഠിച്ചു വരുന്ന എല്ലാവർക്കും അറിയാം, യേശുവിൻ്റെ 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷയെ കാലാനുക്രമമായി വായിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത് എന്ന്. 4 സുവിശേഷങ്ങളും നിരത്തിവെച്ച് ഓരോ സംഭവങ്ങളെയും അവയുടെ കാലക്രമം അനുസരിച്ച് മനസ്സിലാക്കി നാം യേശുവിനൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ടത് എന്ന് വേദപണ്ഡിതർ അഭിപ്രായപ്പെട്ടിരിക്കുന്ന മർക്കോസ് എഴുതിയ സുവിശേഷമാണ് അടിസ്ഥാന രേഖയായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. യേശുവിനൊപ്പം ആദ്യം മുതൽ സഞ്ചരിച്ചിരുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാമതും പിന്നീട് തൻ്റെ ശിഷ്യഗണത്തിലേക്ക് വന്നു ചേർന്ന ലേവി അഥവാ മത്തായി എഴുതിയ സുവിശേഷം 3-ാമതും പിൽക്കാലത്ത് ഇവരോടൊക്കെ ചേർന്ന് സഞ്ചരിക്കുകയും ഈ പുതിയ സമൂഹത്തിൻ്റെ ഭാഗമാവുകയും ക്രൈസ്തവ സഭയുടെ ശില്പിയും പണിക്കാരനുമായ വിശുദ്ധ പൗലോസിനെ ഒരു വൈദ്യൻ എന്ന നിലയിൽ ശുശ്രൂഷിക്കുകയും ചെയ്ത ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാമതും നിരത്തിവെച്ചാണ് ഞാൻ ഈ പഠനം തയ്യാറാക്കുന്നത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഈ സുവിശേഷങ്ങൾ മുഴുവൻ ഞാൻ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്തെ കാലാനുക്രമമായി വളരെ ഗൗരവത്തോടെ പഠിക്കാനും ധ്യാനിക്കാനും കഴിഞ്ഞ ഈ പഠന പരമ്പര എനിക്ക് എന്തെന്നില്ലാത്ത ആത്മീയ സന്തോഷമാണ് പകർന്നു നൽകുന്നത്. ഇത് ഗൗരവത്തോടെ പഠിക്കുന്ന ആർക്കും ആ അനുഭവം ഉണ്ടാവണം എന്നതാണ് എൻ്റെ ആഗ്രഹം. സ്നേഹിതരെ, ഞാൻ ഒരു കാര്യം വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കട്ടെ. ഈ പഠന പരമ്പര നിങ്ങൾക്ക് അനുഗ്രഹമാവുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നത് എനിക്ക് പ്രോത്സാഹജനകമാണ്. കൂടാതെ നിങ്ങളുടെ ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഇവ പരിചയപ്പെടുത്താനും മറക്കരുത്. അതുവഴി നിങ്ങൾക്കും ഈ സുവിശേഷ ഘോഷണത്തിൽ പങ്കുകാരാകാം. അങ്ങനെ നമുക്കെല്ലാവർക്കും അനുഗ്രഹീതരാവാം. യേശു ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് തൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്തെ 2-ാമത്തെ പെസഹ ആചരണത്തിനായി പോകാൻ തയ്യാറെടുക്കുകയാണ്. അതിന് തൊട്ട് മുമ്പുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുക എന്ന വിപ്ലവകരമായ സംഭവത്തിന് ശേഷം പരസ്യമായി പട്ടണത്തിൽ കടക്കാൻ കഴിയാതെ യേശു നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. നമ്മൾ പിന്തുടർന്നു വരുന്ന സമയക്രമം അനുസരിച്ച് ഇപ്പോഴേക്കും AD 28 മാർച്ച് മാസമായിരിക്കുന്നു. അതായത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഒരുക്കകാലമായ ആദ്യത്തെ 6 മാസവും തുടർന്നുള്ള 1-ാം വർഷവും അവസാനിക്കുകയാണ്. അന്ന് അവിടെ അത്ഭുതകരമായ ഒരു സംഭവം നടന്നു.
സമവീക്ഷണ സുവിശേഷകർ 3 പേരും ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെ, മർക്കോസ് 2 1 മുതൽ 12 വരെ, ലൂക്കോസ് 5 17 മുതൽ 26 വരെ ഉള്ള വാക്യങ്ങളിലാണ് ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല വിധത്തിൽ വ്യാഖ്യാനിക്കുകയും ഒരുപാട് ആത്മീയ പാഠങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യാവുന്ന ഈ വേദഭാഗത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ 2 പ്രസംഗങ്ങൾ ഈ ചാനലിൽ ഞാൻ ഇതിനു മുമ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ കഥാപാത്രങ്ങളെ ആധാരമാക്കി ഷറിയോ ഞായർ എന്ന തലക്കെട്ടിലുള്ള പ്രസംഗത്തിനായി എപ്പിസോഡ് 109 കാണുക. കപർന്നഹൂമിലെ ആ ഭവനത്തെ ആധാരമാക്കിയുള്ള പഠനത്തിനായി കപർന്നഹൂമിലെ ഭവനം എന്ന എപ്പിസോഡ് 190 കാണുക. 109ഉം 190ഉം എപ്പിസോഡുകൾ കണ്ടു കഴിയുമ്പോൾ ഈ സംഭവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ 2 വിശകലനങ്ങൾ അഥവാ പഠനങ്ങൾ നിങ്ങൾക്ക് ഹൃദയസ്ഥമാക്കാവുന്നതാണ്. ഈ എപ്പിസോഡിൽ 3-മതൊരു വിധത്തിൽ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നാം കാണുന്ന പക്ഷവാതക്കാരൻ്റെ അത്ഭുതകരമായ സൗഖ്യത്തിന് തടസ്സമായി നിന്നതും സഹായകരമായി തീർന്നതുമായ 2 ഘടകങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം ഓരോരുത്തരും അവരവരോട് തന്നെ ഒരുവൻ്റെ അനുഗ്രഹത്തിന് ഞാൻ തടസ്സമോ അതോ സഹായമോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നമുക്ക് ആ വേദഭാഗത്തേക്ക് ശ്രദ്ധിക്കാം. യേശു വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയുമായി യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. മർക്കോസും ലൂക്കോസും പറയുന്നു, അവർ അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലുവാൻ ശ്രമിച്ചു, കഴിഞ്ഞില്ല എന്നാണ്. ഇവിടുത്തെ പ്രയോഗം ശ്രദ്ധിക്കുക, ശ്രമിച്ചു, കഴിഞ്ഞില്ല. കാരണം ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. വാതിൽ തന്നെ ഒരു തടസ്സമായിരുന്നു. വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം നിറഞ്ഞിരിക്കുന്ന വിശ്വാസികളായ പുരുഷാരം മറ്റൊരു തടസ്സമായിരുന്നു. എന്തിനും ഏതിനും പിറുപിറുക്കുന്ന ശാസ്ത്രിമാരും പരീശരും എപ്പോഴും എല്ലാറ്റിനും തടസ്സം തന്നെയാണല്ലോ. ഈ പറഞ്ഞ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് അതിസാഹസികമായി പക്ഷവാതക്കാരനെ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച 4 സ്നേഹിതർ അവൻ്റെ സഹായികളായി മാറുകയാണ്. സുവിശേഷകർ പറയുന്നത് യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരന് സൗഖ്യം കൊടുത്തു എന്നാണ്. യേശു അവരുടെ വിശ്വാസം കണ്ടു എന്നത് ശ്രദ്ധേയമായൊരു പ്രയോഗമാണ്. നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നത് ഇവിടെ പ്രസക്തമായൊരു ചോദ്യവുമാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, കാണാൻ കഴിയാത്ത വിശ്വാസം ജീവനില്ലാത്ത വിശ്വാസമാണ് എന്ന്. പേരറിയാത്ത, വിലാസമറിയാത്ത ഈ സ്നേഹിതരാണല്ലോ വാസ്തവത്തിൽ ഈ സംഭവത്തിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങൾ. ഈ അടുത്തയിടെ ഞാൻ വായിച്ച ഒരു ഇംഗ്ലീഷ് ലേഖനത്തിൽ എഴുത്തുകാരൻ ഈ 4 പേർക്കും പേരുകൾ നൽകിയിരിക്കുന്നത് എനിക്ക് അർത്ഥവത്തായിട്ട് തോന്നി. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 1-ാമത്തെ ആളിനെ അദ്ദേഹം വിളിക്കുന്നത് മിസ്റ്റർ ലവ് എന്നാണ്, സ്നേഹം. 2-ാമത്തെ ആൾ മിസ്റ്റർ ഫെയ്ത്ത്, വിശ്വാസം. 3-ാമത്തെ ആൾ മിസ്റ്റർ ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യം. 4-ാമത്തെ ആൾ മിസ്റ്റർ കോഓപ്പറേഷൻ, സഹകരണം. ബലഹീനനായ പക്ഷവാതക്കാരനോട് അവർക്ക് തോന്നിയ സ്നേഹം. യേശുവിന് മുമ്പിൽ എത്തിച്ചാൽ എല്ലാം ശരിയാവും എന്ന അവരുടെ വിശ്വാസം. ഏത് പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള അവരുടെ നിശ്ചയദാർഢ്യം. ഒന്നിനും കൊള്ളാത്തവനെന്ന് സമൂഹം വിധി എഴുതിയവൻ്റെ നന്മയ്ക്കായി ഒരുമിച്ച് നിൽക്കാനുള്ള അവരുടെ സഹകരണ മനോഭാവം. അവയെയാണ് യേശു കണ്ടതും വിലമതിച്ചതും എന്ന അർത്ഥം. സ്നേഹവും വിശ്വാസവും നിശ്ചയദാർഢ്യവും
സഹകരണ മനോഭാവമുണ്ടെങ്കിൽ ഏത് തടസ്സങ്ങളെയും അത് നീക്കിക്കളയും, അസാധ്യങ്ങളെ സാധ്യമാക്കും. അതുവഴി അപൂർവ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുമാവും. മറ്റൊരിടത്ത് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കടുകുമണിയുടെ അത്രയുമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങുമെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് മത്തായി 17:21. പ്രിയപ്പെട്ടവരെ, വാരിക്കോരിയുള്ള അഥവാ സഹതാപം പൂശിയുള്ള 1000 വാക്കുകളേക്കാൾ ജീവിതത്തിൽ കാണിക്കുന്ന ഒരു സ്നേഹപ്രവൃത്തിയല്ലേ യേശു കാണുന്ന വിശ്വാസം? ആർക്കും ഒന്നിനും ഒരിക്കലും തടസ്സങ്ങളാകാതെ എല്ലാവർക്കും എല്ലായിടത്തും എല്ലായ്പ്പോഴും സഹായികളാകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കവർന്നഭൂമിൽ യേശു പാർത്തിരുന്നത് പത്രോസിൻ്റെ ഭാര്യ ഭവനത്തിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഭവനത്തിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് എന്നും വേദപണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. ആ ഭവനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും കവർന്നഭൂമിൽ ചെന്നാൽ കാണാവുന്നതാണ്. അതിന് വ്യത്യാസമൊന്നും വരുത്താതിരിക്കാൻ അതിന് മുകളിലായി ഫ്രാൻസിസ്കൻ സഭാ സമൂഹം മനോഹരമായ ഒരു ദേവാലയം പണിതുയർത്തിയിട്ടുമുണ്ട്. ഈ സംഭവത്തെ തുടർന്ന് 3 സുവിശേഷകരും രേഖപ്പെടുത്തിയിരിക്കുന്നത് ലേവി അഥവാ മത്തായി എന്ന ചുങ്കക്കാരനെ വിളിക്കുന്നതിനെക്കുറിച്ചാണ്. തുടർന്ന് ഒരു വിരുന്നിനെക്കുറിച്ചും അതിനെ തുടർന്ന് ഉപവാസത്തെക്കുറിച്ചുമാണ് 3 പേരും പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങൾ കൂടെ വായിച്ച് ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയതിന് ശേഷം കടൽപ്പുറത്തേക്കാണ് യേശു പോകുന്നത് എന്നാണ് മർക്കോസ് പറഞ്ഞിരിക്കുന്നത്. മർക്കോസ് 2:13. മറ്റൊരിക്കൽ അവൻ കടന്നു പോകുമ്പോൾ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് അവനെ വിളിക്കുകയാണ്. കഫർന്നഹൂം അക്കാലത്തെ ഒരു പ്രധാന മത്സ്യബന്ധന തുറമുഖവും പ്രധാന കച്ചവട കേന്ദ്രവുമായിരുന്നുവെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നുണ്ടാവുമല്ലോ. ഈജിപ്തിൽ നിന്നും ദമസ്കോസിലേക്ക് പോകുന്ന വേ ഓഫ് ദ സീ എന്ന ഹൈവേ കടന്നു പോകുന്നത് കഫർന്നഹൂമിലൂടെയാണ്. അതുകൊണ്ട് കഫർന്നഹൂം ഒരു പ്രധാന ടാക്സ് സ്റ്റേഷനായിരുന്നു. റോമാ ഗവൺമെൻറ്റിൻ്റെ തദ്ദേശീയരായ ഉദ്യോഗസ്ഥരായിരുന്ന ചുങ്കം പിരിവുകാർ യഹൂദർ ഏറ്റവും അധികം വെറുത്തിരുന്ന ആളുകളാണ്. അതിന് കാരണം പലതാണ്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നല്ലോ അന്ന് ആ പ്രദേശം മുഴുവൻ. പലതരത്തിൽ ഭീമമായ കരം പിരിച്ച് തങ്ങളുടെ സാമ്രാജ്യത്തിന് ഗുണകരമായി ഇത്തരം പ്രദേശങ്ങളെ ചൂഷണം ചെയ്യുന്നതായിരുന്നു അവരുടെ രീതി. അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് റോമാക്കാരോട് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. ഒരുപാട് തരം നികുതികൾ അന്ന് നിലനിന്നിരുന്നതായി വേദപണ്ഡിതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പൊതുവായി ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഗ്രൗണ്ട് ടാക്സ്. ഒരു വ്യക്തി തൻ്റെ ധാന്യങ്ങളുടെ 10-1, വീഞ്ഞിൻ്റെയും പഴവർഗ്ഗങ്ങളുടെയും 5-1 പണമായോ സാധനമായോ നികുതി നൽകണം. അതാണ് ഗ്രൗണ്ട് ടാക്സ്. രണ്ടാമത്തേത് ഇൻകം ടാക്സ്. ഒരുവൻ്റെ വരുമാനത്തിൻ്റെ 1% ഇൻകം ടാക്സായി നൽകണം. 3, പോൾ ടാക്സ്. 14 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള എല്ലാ പുരുഷന്മാരും, 12 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള എല്ലാ സ്ത്രീകളും ആളോഹരി നൽകുന്ന ഒരു നികുതിയാണ് പോൾ ടാക്സ് എന്ന് പറയുന്നത്. ഇവ 3ഉം നിയമപരമായ നിർബന്ധ നികുതികളായിരുന്നു. ഇവ കൂടാതെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കും കയറ്റുമതി ചെയ്യുന്നവയ്ക്കും 2.5 മുതൽ 12.5% വരെ നികുതി കൊടുക്കണമായിരുന്നു. അതിനും പുറമെ റോഡ്, പാലങ്ങൾ, ചന്തകൾ, പട്ടണങ്ങൾ, തുറമുഖങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് അധിക നികുതി കൊടുക്കണമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര തരം
നികുതികൾ. അതുകൊണ്ട് തന്നെ സാമ്രാജ്യത്വ ശക്തിയായ റോമാക്കാരോട് യഹൂദർക്ക് വലിയ വൈരാഗ്യമായിരുന്നു. റോമാക്കാരാകട്ടെ ഏറ്റവും കാര്യക്ഷമമായും എന്നാൽ ഏറ്റവും ചെലവ് കുറച്ചും കരംപിരിവ് നടത്താൻ കണ്ടുപിടിച്ച ഒരു മാർഗം തദ്ദേശീയരായ യഹൂദരെ തന്നെ ഈ ചുമതല ഏൽപ്പിക്കുക എന്നതാണ്. അതിന് അവർ അവലംബിച്ച രീതി ഓരോ പ്രദേശങ്ങളും മേഖലകളായി തിരിച്ച് ലേലം വിളിയിലൂടെ ചുങ്കം പിരിവുകാരെ നിയോഗിക്കുക എന്നതായിരുന്നു. റോമാ ഗവൺമെൻറ്റിൻ്റെ പരിരക്ഷ ഉണ്ടായിരുന്നതിനാൽ പലരും ഈ ജോലി ഏറ്റെടുക്കുകയും അവരിൽ പലരും തങ്ങളുടെ സ്വാർത്ഥതയ്ക്കായി അന്യായമായ രീതിയിൽ ചുങ്കം പിരിക്കുകയും ചെയ്യുമായിരുന്നു. റോമാ ഗവൺമെൻറ്റിൻ്റെ ചുങ്കം പിരിവുകാർ എന്ന നിലയിൽ ഈ കൂട്ടരോട് യഹൂദർക്ക് വലിയ വിരോധമായിരുന്നുവെന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ചും അന്യായക്കാരായ ചുങ്കക്കാരോട്. സഖായി എന്ന ഒരു ഉദാഹരണം മാത്രം മതിയല്ലോ ശരിക്കും അത് ബോധ്യപ്പെടാൻ. പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതു മുതൽ യേശു കഫർന്നഹൂമിൽ താമസിച്ചിരുന്നതിനാൽ അവിടെ ചുങ്കസ്ഥലത്തിരുന്ന ലേവിയെ യേശുവും യേശുവിനെ ലേവിയും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. യേശു അതുവഴി പോകുമ്പോഴൊക്കെയും ലേവി കൗതുകത്തോടെ യേശുവിനെ വീക്ഷിക്കുന്നത് യേശു തീർച്ചയായും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ചിന്ത. ഗലീലിയൻ മത്സ്യത്തൊഴിലാളികളായ തൻ്റെ 4 സ്നേഹിതരോടൊപ്പം ചേരാനായി ഇവിടെ യേശു ലേവി എന്ന ചുങ്കക്കാരനെ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. മർക്കോസ് 2:14. എത്ര ലളിതവും മനോഹരവുമാണ് ഈ വിളിയും അനുസരണവും എന്ന് നോക്കൂ. ലൂക്കോസ് ഈ ഭാഗം വിവരിക്കുമ്പോൾ അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് 5:28. എനിക്ക് തോന്നിയ ഒരു കൗതുക ചിന്ത ഞാനിവിടെ പങ്കുവയ്ക്കട്ടെ. സമൂഹം തള്ളിക്കളഞ്ഞ ഒരുത്തനെ 4 പേർ ചേർന്ന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയതുപോലെ യഹൂദ സമൂഹം വല്ലാതെ വെറുത്ത് തള്ളിക്കളഞ്ഞിരുന്ന ഒരു ചുങ്കക്കാരനോട് എന്നെ അനുഗമിക്ക എന്ന് പറയുമ്പോൾ അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ച് 4 പേർ സംഘത്തോട് ചേർന്നു. അങ്ങനെ യേശുവിൻ്റെ ശിഷ്യഗണം 5 പേരായി വർദ്ധിക്കുന്നു. അടുത്ത ഖണ്ഡികയിൽ നാം വായിക്കുന്നത് ഒരു വലിയ വിരുന്നിനെക്കുറിച്ചാണ്. അത് ഏത് വീടാണ് എന്ന് സുവിശേഷം എഴുതിയ ലേവി എന്ന മത്തായി പറയുന്നില്ല. എന്നാൽ ലൂക്കോസ് അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ലേവി തൻ്റെ വീട്ടിൽ അവന് ഒരു വലിയ വിരുന്നൊരുക്കി, ചുങ്കക്കാരും മറ്റു വലിയൊരു പുരുഷാരും അവരോടുകൂടെ പന്തിയിലിരുന്നു. ലൂക്കോസ് 5:29. ലോകം വെറുത്ത ഒരുത്തനെ യേശു തൻ്റെ ശിഷ്യനാക്കുന്ന വിപ്ലവകരമായ സംഭവത്തിൻ്റെ ആഘോഷമാകാം അവിടെ നടന്നത്. വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു എന്ന് വായിക്കുമ്പോൾ ലേവിയെ യേശു ചേർത്ത് പിടിക്കുന്നത് കണ്ടപ്പോൾ ലോകം വെറുത്തിരുന്ന ലേവിയെപ്പോലെയുള്ള അനേകർ വലിയ പ്രത്യാശയോടെ യേശുവിനൊപ്പം ചേർന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിലവിലിരിക്കുന്ന സമ്പ്രദായങ്ങളെ തിരുത്തി കുറിക്കുന്ന നടപടിക്രമങ്ങളുമായി യേശു ഗലീലിയൻ പ്രദേശത്തെയാകെ അത്ഭുതപ്പെടുത്തുകയാണ്, അസ്വസ്ഥമാക്കുകയാണ് എന്ന് പറയാം. ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ആനന്ദിൻ്റെ അശാന്തം എന്ന പുസ്തകം എൻ്റെ ഓർമ്മയിൽ വന്നു. അതിൻ്റെ ആമുഖത്തിൽ ആനന്ദ് പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: അസ്വസ്ഥമാകലാണ് അറിവ്, അസ്വസ്ഥമാക്കലാണ് അറിവ്. അതെ, യേശു ഗലീലിയൻ പ്രദേശത്തെ ആകെ അസ്വസ്ഥമാക്കുകയാണ്. തുടർന്നുള്ള സംഭവങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് ശരിക്കും ബോധ്യമാവും. ലേവിയുടെ വീട്ടിൽ ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിക്കിരിക്കുന്നത് കണ്ട് നീരസപ്പെട്ട പരീശന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത്?
ഒരു യഹൂദ റബ്ബായി, യഹൂദർ ഏറ്റവും നിന്ദ്യരായി കരുതുന്നവരോടൊത്ത് ഭക്ഷണം കഴിക്കുന്ന പുതിയ കാഴ്ച പരീശന്മാരെ അസ്വസ്ഥരാക്കുന്നു. അവർക്കുള്ള മറുപടിയായി യേശു പറയുന്ന വാക്കുകൾ തൻ്റെ ശുശ്രൂഷയുടെ പ്രധാന ലക്ഷ്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ ലോകത്തിലെ ഏത് മനുഷ്യനും പ്രത്യാശ പകരുന്നതുമായ വാക്കുകളാണ്. അതിലുപരി സുവിശേഷ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കുമുള്ള മാർഗരേഖ കൂടെയാണ്. അതിങ്ങനെയാണ്: ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. യാഗത്തിലല്ല, കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. ഞാൻ നീതിമാന്മാരെയല്ല, പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. ലോകത്തെ കീഴ്മേൽ മറിക്കാൻ പോകുന്ന വാക്കുകളാണവ. തങ്ങൾക്ക് തന്നെ ആരോഗ്യവാന്മാരും നീതിമാന്മാരുമാണ് എന്ന് വൃഥാഭിമാനികളായവർ യേശുവിൻ്റെ ഉപദേശങ്ങൾക്ക് അന്നും ഇന്നും ചെവി കൊടുക്കില്ലല്ലോ. അതേസമയം തങ്ങൾ സാമൂഹ്യമായും ധാർമ്മികമായും ആത്മീകമായും പോരാത്തവരാണ് എന്ന് അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരക്കാർക്ക് അംഗീകാരവും സഖിത്വവും നൽകുന്ന യേശുവിനെ കണ്ടപ്പോൾ അവർ തടിച്ചുകൂടുന്നതിനെ യേശു ന്യായീകരിക്കുകയാണ്. തന്നെ ആവശ്യമുള്ളവർ ധാരാളമുള്ളപ്പോൾ അവരോടൊപ്പം ബന്ധിക്കിരിക്കുന്നതിൽ തന്നെ ആവശ്യമില്ലാത്തവർ പരിഭവിക്കുന്നത് എന്തിന് എന്നാണ് യേശുവിൻ്റെ ചോദ്യം. 2, യാഗത്തിലല്ല ദയയിൽ ഞാൻ പ്രസാദിക്കുന്നു എന്ന ഹോശയ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് ഹോശയ 6:6 ദൈവത്തിൻ്റെ സ്വഭാവമായ ദയ താൻ ഇവിടെ പ്രാവർത്തികമാക്കുകയാണ് എന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. 3, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന പ്രസ്താവനയിലൂടെ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ ദരിദ്രർ, ബദ്ധന്മാർ, കുരുടന്മാർ, പീഡിതർ എന്നിവർക്ക് വേണ്ടിയും ലൂക്കോസ് 4:18, പാപികൾക്ക് വേണ്ടിയും ലൂക്കോസ് 5:32, കാണാതെ പോയതിനു വേണ്ടിയും ലൂക്കോസ് 15:7, 19:10 ആണ് എന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. ദൈവത്തെക്കുറിച്ചും മറ്റ് ദൈവിക കാര്യങ്ങളെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും സ്വാർത്ഥതയോടെ മാത്രം മനസ്സിലാക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്ത് വലിയ ഒരു സമൂഹത്തെ പാപികളെന്നും മറ്റും മുദ്രകുത്തി ആഢ്യന്മാരായ യഹൂദന്മാരും അവരുടെ ഉപദേഷ്ടാക്കളും മാറ്റി നിർത്തിയിരുന്നവരെ തേടി സ്വർഗം വിട്ടിറങ്ങി വന്ന് അവരോടൊപ്പം ആനന്ദിക്കുന്ന മശിഹാ സങ്കല്പം യാഥാസ്ഥിതികരെ മുഴുവൻ അസ്വസ്ഥമാക്കുകയാണ്. ഈ അസ്വസ്ഥത അവർക്ക് മാത്രമല്ല, അത് കഴിയുമ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വരുന്നു. അവർ പറയുകയാണ്, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. മർക്കോസ് 2:18. യേശു നൽകുന്ന മറുപടി അവരെ മാത്രമല്ല മറ്റെല്ലാവരെയും അസ്വസ്ഥമാക്കുന്നതാണ്. മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കാൻ കഴിയുമോ? മണവാളൻ കൂടെ ഇരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല. എന്നാൽ മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും. അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. തുടർന്ന് ആശയം വ്യക്തമാക്കാനായി അവർക്ക് പരിചിതമായ 2 ഉദാഹരണങ്ങൾ കൂടെ അവരോട് പറഞ്ഞു. ഈ ചോദ്യവും അതിനുള്ള മറുപടിയും വ്യാഖ്യാനിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ വിവിധങ്ങളായ മാനങ്ങളുള്ളവയുമാണ്. തൻ്റെ ശുശ്രൂഷയിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദൈവരാജ്യവും അതിൻ്റെ പ്രത്യേകതകളും പഴയതും പുതിയതും തമ്മിലുള്ള ബന്ധവുമാണ് ആത്യന്തികമായി യേശു ഇവിടെ പ്രസ്താവിക്കുന്നത്. വിവിധ വേദ പണ്ഡിതരുടെ വ്യാഖ്യാനങ്ങളെ ക്രോഡീകരിച്ച് ചില കാര്യങ്ങൾ ചുരുക്കമായി ഇവിടെ അവതരിപ്പിക്കട്ടെ. ചോദ്യം ഉപവാസത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ ഉത്തരം യഹൂദ സമൂഹം പിന്തുടർന്നു വരുന്ന സമ്പ്രദായത്തെക്കുറിച്ചും താൻ ഉദ്ഘാടനം ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ പുതുമയെക്കുറിച്ചുമാണ്. ശരിക്കും പറഞ്ഞാൽ പഴയ നിയമം അനുശാസിക്കുന്നത് വർഷത്തിൽ 1 ദിവസത്തെ ഉപവാസമാണ്.
അത് 7-ാം മാസം 10-ാം തീയതി ആചരിക്കേണ്ട ആത്മതപന നാളെന്നോ പ്രായശ്ചിത്ത നാളെന്നോ പാപപരിഹാര ദിനമെന്നോ പറയാവുന്ന ഡേ ഓഫ് അറ്റോൺമെൻ്റ് ആണ്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 29-31 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അത് കരച്ചിലിൻ്റെയും സങ്കടത്തിൻ്റെയും ദിവസമാണ്. എന്നാൽ പഴയ നിയമകാലത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും മറ്റ് ചില ഉപവാസങ്ങൾ, അതായത് 4-ാം മാസം, 5-ാം മാസം, 10-ാം മാസം ഉപവാസങ്ങൾ യഹൂദ സമൂഹത്തിൽ ഉടലെടുത്തു എന്ന് കാണാം. സെഖര്യാവ് 7:5, 8:19 എന്നീ വാക്യങ്ങൾ നോക്കുക. പരീശന്മാരാകട്ടെ മാസ ഉപവാസങ്ങൾക്കു മീതെ ആഴ്ച ഉപവാസങ്ങൾ ആചരിച്ചിരുന്നതായി പുതിയ നിയമത്തിൽ കാണാം. ലൂക്കോസ് 18:12. തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലാണ് അവർ ഉപവസിച്ചിരുന്നതെന്ന് പണ്ഡിതർ പറയുന്നു. ഈ ഉപവാസങ്ങളെല്ലാം ഒന്നുകിൽ വ്യക്തിജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികൾ ഓർത്തിട്ടാവാം, അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ടാവാം, ചിലപ്പോഴെങ്കിലും സ്വയ പുകഴ്ചയ്ക്കുമാവാം. മത്തായി 6:16 യേശു പറയുന്നുണ്ടല്ലോ, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുതെന്നും അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാണ് എന്നും. ഇവിടെ കർത്താവ് പറയുന്നു, താൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ദൈവരാജ്യം മണവാളനോടൊത്തുള്ള വിവാഹ സൽക്കാരം പോലെയാണ്. അവിടെ ദുഃഖത്തിനോ സങ്കടത്തിനോ കരച്ചിലിനോ സ്ഥാനമില്ല. അവിടെ മണവാളനോടൊത്തുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിച്ചത് ഒരു പക്ഷേ തങ്ങളുടെ നേതാവ് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനായി തടവിലായതുകൊണ്ടാവാം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഇപ്പോൾ ഇവർക്ക് അവരുടെ മണവാളൻ, അതായത് യേശു, കൂടെ ഇരിക്കും കാലത്തോളം ഉപവസിപ്പാൻ കഴിയുകയില്ല. എന്നാൽ മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും. അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും എന്ന്. ആരും കോടിത്തുണിക്കണ്ടം, അതായത് പുതിയ തുണിക്കഷണം, പഴയ വസ്ത്രത്തോടെ ചേർത്ത് തുന്നുമാറില്ല എന്നും ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല എന്നും പറഞ്ഞ ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഇതുവരെ ധരിച്ചു വച്ചിരുന്ന അറിവുകളും മനുഷ്യനായി അവതരിച്ച ദൈവം പകർന്നു നൽകുന്ന അറിവുകളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് യേശു. പുതിയ തുണിക്കഷണം തുന്നിച്ചേർക്കുന്നത് പഴയ തുണിയെ സംരക്ഷിക്കാനാണെന്നും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ സൂക്ഷിക്കുന്നത് പുതിയ വീഞ്ഞിനെ സംരക്ഷിക്കാനാണെന്നും ചിന്തിക്കുമ്പോൾ യേശു പറയുന്നത് അവരെ എത്രമാത്രം അസ്വസ്ഥരാക്കി കാണുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രണ്ടും പഴയ രണ്ടിനെയും നശിപ്പിക്കുകയുള്ളൂ എന്ന് യേശു വ്യക്തമാക്കുകയാണ് ഇവിടെ. കൊരിന്ത്യർക്ക് പൗലോസ് എഴുതുമ്പോൾ പറയുന്നത് പോലെ, പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു എന്ന അറിവ് 2 കൊരിന്ത്യർ 5:17 അസ്വസ്ഥത ഉണ്ടാക്കുന്നത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചുമുള്ള പുതിയ അറിവുകൾ നമ്മെ അസ്വസ്ഥരാക്കട്ടെ. ആനന്ദ് പറയും പോലെ, അസ്വസ്ഥമാകലാണ് അറിവ്, അസ്വസ്ഥമാക്കലാണ് അറിവ്. മർക്കോസ് തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം പരീശന്മാരെ വീണ്ടും അസ്വസ്ഥമാക്കുന്ന ഒന്നാണ്. അതുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. പി തോമസ് അച്ഛൻ.